ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് ചെടികളും പൂക്കളൊക്കെ കണ്ടാലോ? ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും കുറച്ചധികം ഒരേ ഐറ്റം തന്നെ കുറച്ചധികം ഉണ്ട്. പക്ഷെ വെറൈറ്റീസ് കുറവാണ് കേട്ടോ. ഇത് റെഡ് കളറിലെ ബോൾസോ ആണ്. ഇതിന് ഇവിടെ പറയുന്ന പേര് ബോൾസോ എന്നാണ് കേട്ടോ. നമ്മൾ റെഡ് കളറിൽ ഫുള്ളിങ്ങനെ ആ ഒരു ലെയറിലായിട്ട് ഒരു സ്ക്വയർ പോലെ നമ്മൾ നട്ടയായിരുന്നു. അപ്പോൾ അതിലിടയ്ക്ക് ഇതിൻ്റെ തന്നെ പിങ്ക് കളർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 5-6 മൂട് വാടാമല്ലി നിൽപ്പുണ്ട്. വാടാമല്ലി നമ്മൾ കൊണ്ട് നട്ടതല്ല, നമ്മൾ അത്ത വിടാൻ വേണ്ടി വാടാമല്ലി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഇറുത്തിട്ട കൂട്ടത്തിൽ ഈ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും ഈ അത്തം മൊത്തം ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിന്ന് കിളിച്ചെടുത്തുകൊണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് തൈ നമ്മൾ പിഴുത് മാറ്റി നട്ടതാണ് കേട്ടോ. പിന്നെ ഇത് പിങ്ക് കളറിലെ ബോൾസോ ആണ്. എല്ലാത്തിലും ഇഷ്ടം പോലെ അരി ഇപ്പം നിൽപ്പുണ്ട്. കുറേയൊക്കെ തന്നെത്താൻ പൊട്ടി പോകുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ തന്നെ നമ്മൾ തൊടുമ്പോഴേക്ക് പൊട്ടി വരും കേട്ടോ. കുറേയൊക്കെ നമ്മൾ തന്നെ എടുത്ത് മാറ്റി പാകിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ തൈയും വന്നിട്ടുണ്ട്. ഇത് തന്നെ ഒരു 10-25 മൂടോളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഈ ഒരു ബോൾസത്തിൻ്റെ തൈയല്ല, ബോൾസും തന്നെ. പിന്നെ ഇത് നമ്മുടെ ബന്ദിയാണ് കേട്ടോ. ബന്ദി ഒരു 5-6 മൂട് നിൽപ്പുണ്ട്. പിന്നെ ഇത് എന്ത് ഫ്ലവറാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു ചെടി പോലെ നിന്നിരുന്നതായിരുന്നു, പക്ഷേ ഇത് പൂവുണ്ടാകുന്നതാണ് പിന്നീട് കേട്ടോ മനസ്സിലായത്. പിന്നെ ഇത് ചൈനീസ് ബോൾസം. ഇത് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് ഓറഞ്ച് പോലൊരു ഷെയ്ഡാണിത്. ഇത് അതിൻ്റെ സിംഗിൾ കളറ്, നമ്മൾ ആദ്യം കണ്ടതിൻ്റെ തന്നെ സിംഗിൾ കളറ്. പിന്നെ ഇത് ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, പിന്നെ ഒരു മജന്ത ഷെയ്ഡുണ്ട്, പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇത് പർപ്പിളിൻ്റെ തന്നെ ഒരു നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ തൂക്കിയിട്ട് വളർത്തുന്ന കൂട്ടത്തെയാണ് കേട്ടോ. നമ്മൾ തൽക്കാലം താഴെ വെച്ചേക്കാണ്. പിന്നെ ഇതൊരു ബോൾസത്തിൻ്റെ തന്നെ വേറൊരു കളറാണ്. ഇത് നമുക്ക് എവിടുന്നോ അരി കിട്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ചെടിച്ചട്ടിയിൽ പാകിയേക്കുന്നതാണേ. ചെറിയ ചെടിച്ചട്ടിയാണ്, നമ്മൾ അന്നേരം ജസ്റ്റ് പാകിയതാണ്. പക്ഷേ ചെടിച്ചട്ടി നിറയെ ഇപ്പോൾ ഈ ഒരു ഇതായിട്ടോ. ഇതൊന്നല്ല കേട്ടോ, ഒരു 5-6 മൂട് നിൽപ്പുണ്ട് അതിൻ്റെ അകത്ത് തന്നെ. അതിൻ്റെ ഇടയ്ക്കായിട്ടൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ആ ഒരു ഫ്ലവർ ഒളിച്ച് നിൽക്കുന്നത്. പിന്നെ നമുക്ക് മാങ്ങാനറിയുണ്ട്. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു റെഡ് ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ ഇരിക്കും.